ഹലോ ഗായ്സ്, എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അമ്പലത്തിൽ നിന്ന് വണ്ടി ട്രിപ്പ് പോണേണ്. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഭക്തി മാർഗമാണ്, തീർത്ഥയാത്ര. അപ്പോ ഞങ്ങളൊക്കെയാണ് പോണത്. ഗൈസ്, അപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നല്ല കുറെ നാളത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വരിക എന്നുള്ളത്. ഈ ഗ്രൗണ്ടിൽ സത്യം പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് വരിക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് വടക്കുന്നാഥനിൽ വന്ന് ഭഗവാനെ കണ്ട് കണ്ണ് നിറയെ തൊഴുതു നമ്മൾ. ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന്. പിന്നെ ഇനിയിപ്പോൾ നേരെ കോയമ്പത്തൂർ ആദിയോഗി, ഫുൾ ശിവൻ്റെ. അപ്പോൾ അവിടെയും കൂടി പോകുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ഹാപ്പിയാവും. കാരണം ഒരുപാട് ആഗ്രഹിച്ച രണ്ട് സ്ഥലങ്ങളാണ്, ഒന്ന് വടക്കുന്നാഥനും പിന്നെ കോയമ്പത്തൂരിൽ ആദിയോഗി. അപ്പോൾ ഞാൻ ഇനി പോകുമ്പോൾ, അതായത് ഇനിയുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആദിയോഗിലത്തെ കാര്യങ്ങളാണ്. അപ്പം ഞങ്ങളിത് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് രാവിലെ വെളുപ്പിന് ഒരു 3:15 ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതാണ്. ഇപ്പം സമയം 8:07. അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ കോയമ്പത്തൂർക്ക് 4 അമ്പലത്തിൽ ഇപ്പം നമുക്ക് കയറി. നമ്മുടെ കൊടുങ്ങല്ലൂരമ്പലം, പിന്നെ തിരുമുള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, പിന്നെ വടക്കുന്നാഥൻ, പാറമേക്കാവ്. ഇപ്പം 4 അമ്പലങ്ങളിൽ നമ്മൾ തൊഴുതിറങ്ങി രാവിലത്തെ ഭക്ഷണവും കഴിച്ചു. അപ്പം ഇനി നമ്മൾ പോകാൻ പോകുന്നത് കോയമ്പത്തൂർ ആദിയോഗിയിലേക്കാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ആദിയോഗിയിലെത്തി. ചെന്നപ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് ചക്കയുടെയൊക്കെ തിന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പോയത് ഒരു യോഗ സെൻറ്ററിലേക്കാണ്. ഒരു 7 മിനിറ്റോളം അവിടെ കുറച്ച് നേരം യോഗയൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായി കാമായതിന് ശേഷമാണ് നമ്മൾ ആദിയോഗിയിലേക്ക് കാണാനായിട്ട് പോയത്. അപ്പോൾ ഇതായിട്ട് ആ ഒരു യോഗ സെൻറ്ററിലെ അകംഭാഗം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോണ വഴി കാണിച്ചു തരാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ആദിയോഗിയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കോയമ്പത്തൂർ ആദിയോഗി കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നില്ലേ? അവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആദിയോഗിയിൽ വരിക എന്നുള്ളത്. അപ്പോൾ ഇത് വന്നു. ഒരു യോഗയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു രുദ്രാക്ഷം കിട്ടി. പിന്നെ ഇത് കഴുത്തി കെട്ടണം. അപ്പോൾ ഞാൻ പോകുമ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. നല്ല വെയിലാറിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് 3:30 ഭയങ്കര വെയിലായിരുന്നു. ഇപ്പോൾ ഇത് ഏകദേശം 4:30 ആയിട്ടുണ്ട്. വെയിലൊക്കെ ആറി നല്ല ഒരു ക്ലൈമറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നേരെ ആദിയോഗിയിൽ ചുറ്റി വന്ന് കാണണം. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിട്ട് പ്രകടിപ്പിക്കാൻ അറിയാൻ പാടില്ല. ഒരുപാട് ഹാപ്പിയാണ് ഇവിടെ വന്നതിൽ. പിന്നെ ആ ലേസർ ഷോയിൽ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഹാപ്പി. ഇത് മാമനെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്ട മാമനൊക്കെ പഴനിക്ക് പോകുന്ന വഴിക്ക് ആദിയോഗിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കറക്റ്റ് സമയത്തായതുകൊണ്ട് മാമനെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റി. ഗൈസ്, അപ്പോൾ ക്യാമറ അങ്ങോട്ടേക്ക് അലൗഡ് അല്ലെന്നാണ് പറയണത്. അപ്പോൾ കുറച്ച് ഭാഗം വരെ ക്യാമറ കയറ്റിയിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജ് വളരെ കുറവാണ്. വണ്ടിയിൽ കുത്തിയിട്ടിട്ട് ഒട്ടും ചാർജ് കയറിയിട്ടില്ല. എത്രത്തോളം എനിക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങളിനി ബാക്കി വിശേഷങ്ങൾ പോകണ വഴിക്ക് കാണിച്ചു തരാൻ അത്രേ ഉള്ളൂ. രുദ്രാക്ഷം ഒന്ന് കേട്ടിട്ട് ഗൈസ്. അപ്പം ഞാൻ രുദ്രാക്ഷം കെട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയപ്പോൾ തന്നെ കയ്യോടെ കെട്ടാൻ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് കിട്ടിയേക്കുന്നത്. ഈ മാല വിട്ടപ്പോൾ ബോറായെന്ന് എനിക്കറിയില്ല, എന്നാലും കുഴപ്പമില്ല അല്ലേ. അങ്ങനെ ഗൈസ്, അപ്പം നമ്മതേ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഭയങ്കര ഒരു ക്ലൈമറ്റ്. ഒന്നാമത് വെയിലുമില്ല, ഭയങ്കര ശാന്തമായിട്ടുള്ള അന്തരീക്ഷം അല്ലേ ഇവളു? നമ്മുടെ തമിഴ്നാട്ടിലെ ഇപ്പോൾ കോയമ്പത്തൂർ ഭാഗത്ത് കുറച്ച് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെയൊക്കെ അടക്കാമരത്തിൻ്റെ ആ ഒരു കൃഷി ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതും നല്ല ലെവലായിട്ട്, അതായത് ഒറ്റ ലൈനിലായിട്ടാണ്, നല്ല ക്ലിയർ ആയിട്ട്, നല്ല അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ വ്യൂ കാണാനായിട്ട്. പിന്നെന്താ പറയുക, അങ്ങനെ നല്ല രസമുള്ള കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. വെയിലില്ലാത്തതുകൊണ്ട് നമുക്കിതൊക്കെ നല്ലപോലെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അമ്മച്ചിയൊക്കെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, ഞാനും കൂടുതൽ ബാക്കിലായി പോയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നോക്കി ആദിയോഗി. അങ്ങനെ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ദൈവമേ, എൻ്റെ ഭഗവാനെ ഞാൻ കണ്ട്. അങ്ങനെ ഇവിടെ വന്ന് എൻ്റെ ഭഗവാനെ ഞാൻ കണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി അങ്ങോട്ട് ചെന്നിട്ട് ലേസർ ഷോയും അങ്ങനത്തെ എല്ലാ പരിപാടിയും കാണിച്ചു തരാം. എൻ്റെ ഫോണിൽ എന്താ പറയുക, ഈ ബാറ്ററി കുറവാണ്. ബാറ്ററി നിൽക്കണം അത്രത്തോളം ഞാൻ വീഡിയോസ് എന്തായാലും ക്യാപ്ചർ ചെയ്യും.
നമ്മളെന്തായാലും പുറകിലായി പോയി ഞങ്ങളുടെ ടീമിൻ്റെ ഇതിൽ എന്തായാലും സാരമില്ല. 7 മണിയുടെ ലേസർ ഷോ ഉണ്ടല്ലോ, പിന്നെ ഫോണുണ്ടല്ലോ വിളിക്കാനായിട്ട്, കുഴപ്പമൊന്നുമില്ല. ഇടാ ഗൈസ്. അപ്പം നമ്മളിത് കറക്റ്റ് അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഗൈസ് ഇവിടെ ഒട്ടകത്തിൻ്റെ റൈഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിലൊന്നും കയറുന്നില്ല. എന്തിനാ വെറുതെ ഇതിനെ നമ്മുടെ ഭാരം കൂടി ചുമപ്പിക്കണം അല്ലേ. അപ്പോൾ നമുക്കിനി ആദിയോഗിയുടെ ഈ ചുറ്റുമുള്ള ഭാഗത്തേക്കൊന്ന് നടക്കാം. കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കൊതി തീരുന്നില്ല. എന്നിട്ട് നമ്മൾ നടക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം നമ്മൾ ശിവന് ധാരയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഒരു ധാരയ്ക്ക് 20 രൂപയാണ്. അപ്പോൾ ഞാനും കൂടുതൽ 2 ചെയ്തു. അപ്പോൾ അതെ, അതിനൊക്കെ ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇനി ഈ ആദിയോഗിയുടെ ഇതിന് ചുറ്റും നമ്മൾ നടക്കാൻ പോണേ കേട്ടോ. പിന്നെ എൻ്റെ നമ്മുടെ ഫോണിൽ ചാർജ് തീർന്നു. പിന്നെ 18% ഉള്ളൂ. ഇനിയിപ്പോൾ വണ്ടിക്ക് കയറാണ്ട് കുത്താനും പറ്റില്ല, പവർ ബാങ്ക് ഒന്നുമില്ല. അപ്പോൾ ചാർജ് തീർന്ന വരെയുള്ള വീഡിയോസേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഇനി വേറെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ലേസർ ഷോ ആണ്. അതും കൂടി ഞാൻ മാക്സിമം ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. കാരണം അതും കൂടി കഴിഞ്ഞാലേ ഈ വീഡിയോ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി ലേസർ ഷോയിലൂടെ കാണിച്ചു തരാം. സപ്പോസ് ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിൽ അതും കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ആദിയോഗിയിൽ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ എൻഡിങ് എന്ന് പറയുന്നത്. ആദിയോഗിയുടെ ലേസർ ഷോയോട് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാതിരിക്കും. ടാറ്റാ.